ഇന്നത്തെ എപ്പിസോഡിൽ ഇവർ 3 പേരും ടെറസിൻ്റെ മുകളിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർഷ വിളിക്കുകയാണ് ആദ്യം ശ്രീകാന്തിനെ. അയ്യോ എന്താ വർഷയെന്ന് വെച്ചിട്ട് ചുറ്റും നോക്കുകയാണ് കേട്ടോ. വർഷന് ഇവിടെ എവിടെയെങ്കിലും വന്ന് നിൽക്കുന്നുണ്ടോ, ഇനി നമ്മൾ പറഞ്ഞത് അവളങ്ങ് കേട്ടുണ്ടാവുമോ എന്നൊക്കെ വെച്ചിട്ട് ഫോൺ എടുക്കും. എന്ത് പറ്റി വർഷ ചോദിക്കുമ്പോൾ എവിടെ ശ്രീകാന്ത്, എത്ര നേരമായി, എനിക്ക് ഉറക്കം വരുന്നു, വേഗം വരാൻ പറയും കേട്ടോ. ഇതേ ഞാൻ എത്തി പറഞ്ഞിട്ട് ഒറ്റ ഓട്ടം ഇടുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ശ്രുതി പറയും, ഇവനൊക്കെ എന്ത് പേടിയാണ് ഭാര്യനെ, നമുക്കൊന്നും പേടിയില്ല, ഇവനൊക്കെ എന്ത് പേടിയാന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന നേരത്താവും ശ്രുതി വിളിക്കുന്നുണ്ടാവും. എന്താ ശ്രുതി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇത്ര സച്ചിയോട് സംസാരിക്കാമല്ലേ, എൻ്റെ കുറ്റങ്ങൾ പറയുകയാണോ ചോദിക്കുമ്പോൾ അല്ലല്ല ഞാൻ ദേ എത്തി എന്ന് പറഞ്ഞിട്ട് വേഗം ഓടുകയാണ് കേട്ടോ. എന്നിട്ട് ശ്രുതി ചോദിക്കുമ്പോൾ റൂമിലെത്തുമ്പോൾ നിങ്ങളവിടെ എന്താ അവനോട് എന്താ അത്ര സംസാരിക്കാമല്ലേ ചോദിക്കുമ്പോൾ ഞാൻ സച്ചിയോട് നോക്കിയിട്ടും കൂടി ഇല്ല അവനെ, ഞാൻ ശ്രീകാന്തിനോട് സംസാരിച്ചിരുന്നു, എന്താ എൻ്റെ കുറ്റങ്ങളാണ് അവനോട് പറഞ്ഞു കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അല്ലല്ല അവനിങ്ങനെ അവൻ്റെ ഭാര്യയുടെ കുറ്റങ്ങൾ ഇങ്ങനെ പറയുന്നേ, ഞാനതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ സന്തോഷിച്ച് നിന്നു എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പറയും നാളെ രാവിലെ ശ്രീകാന്ത് വരുമല്ലോ, അപ്പോൾ ഞാൻ ചോദിച്ചു നോക്കട്ടെ അവരോട് എന്താ പറഞ്ഞിരുന്നെന്ന്, എന്നെ പറ്റിയിട്ടാണ് വല്ലതും പറഞ്ഞു കഴിഞ്ഞാന്നൊക്കെ പറയട്ടോ. അപ്പോൾ ശ്രുതിക്ക് ആകെ പേടിയോ, ഇനി അവനങ്ങ് സത്യം പറയുമോ എന്നൊക്കെ തന്നെ പേടിക്കും കേട്ടോ. അങ്ങനെ സച്ചി വിളിച്ചിട്ട് രേവതിയോട് ചോദിക്കും, നിനക്ക് എന്നെ വിളിക്കാനൊന്നുമില്ലേ, അവരൊക്കെ കണ്ടില്ലേ അവരുടെ ഭാര്യമാര് വിളിച്ചപ്പോൾ ഓടിപ്പോയി, നിനക്ക് എന്നെ വിളിക്കും വേണ്ട, ഒന്നും വേണ്ട, നിനക്കൊന്നും അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് വിളിച്ചൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ രേവതി പറയും, അതിന് സച്ചേട്ടൻ മുകളിലേക്ക് പോയത് കിടന്നുറങ്ങാനല്ലേ, പിന്നെ ഞാൻ എന്തിനാ സച്ചേട്ടൻ അങ്ങോട്ട് വിളിക്കണേന്നൊക്കെ ചോദിക്കും കേട്ടോ. എന്നിട്ട് സച്ചേട്ടൻ്റെ സമാധാനത്തിനാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് രേവതി സച്ചിനെ വിളിക്കുകയാണ്. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.